രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെയും CPMനെയും ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ ഒരു വിവാദമായിരുന്നു ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ. കണ്ണൂരിലെ സേവന കാലാവധി അവസാനിച്ച് സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയിരുന്ന ADM നവീൻ ബാബുവിന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഒരു യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ അതിഥികളായിരുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരികയും ADM നവീൻ ബാബുവിനെ പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PP ദിവ്യയുടെ നടപടിയാണ് ആത്യന്തികമായി നവീൻ ബാബുവിനെ ജീവനൊടുക്കുവാൻ പ്രേരിപ്പിച്ചത്. പരസ്യ അധിക്ഷേപം നടത്തി എന്നത് മാത്രമല്ല ദിവ്യ നേരിടുന്ന ആരോപണം. സ്വകാര്യ ക്യാമറാമാനെ കൂടെ കൊണ്ടുവരികയും ഈ രംഗങ്ങൾ ചിത്രീകരിച്ച് CPMൻ്റെ സൈബർ ഗ്രൂപ്പുകളിലൂടെ കേരളമെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരത ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ദിവ്യയ്ക്ക് താല്പര്യമുള്ള ഏതോ ഒരു വ്യക്തിക്ക് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമവിരുദ്ധമായ ചില നീക്കങ്ങൾ നടത്തുവാൻ നവീൻ ബാബു വിസമ്മതിച്ചതാണ് ദിവ്യയ്ക്ക് ഉന്നതനായ ഈ ഉദ്യോഗസ്ഥനോട് പക തോന്നുവാനുള്ള കാരണം. എന്നാൽ ഈ വിവാദം ഉയർന്ന ഘട്ടത്തിൽ പോലും ദിവ്യയെ സംരക്ഷിക്കുവാനുള്ളൊരു ശ്രമമാണ് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ PP ദിവ്യ ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാക്കളിൽ ഒരാളായിരുന്നു. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വിവാദമുണ്ടാകുന്ന ഘട്ടത്തിൽ KK ശൈലജയുടെ പിൻഗാമിയായി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ PP ദിവ്യ മത്സരരംഗത്തുണ്ടാകുമെന്നും ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾ ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയാണ് ഏർപ്പെടുത്തിയത്. ദിവ്യയെ CPM തള്ളിപ്പറയുവാൻ നിർബന്ധിതമായ സാഹചര്യം ഉയർന്നത് പത്തനംതിട്ട ജില്ലയിലെ CPM ജില്ലാ കമ്മിറ്റി അടക്കം PP ദിവ്യക്കെതിരെ ശക്തമായ നിലപാട് വേണമെന്ന ആവശ്യം കൈക്കൊണ്ടുകൊണ്ട് രംഗത്ത് വന്നതാണ്. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആത്യന്തികമായി ദിവ്യയെ രാജിവെപ്പിക്കുവാൻ CPM ഇതോടുകൂടി നിർബന്ധിതമാകുകയായിരുന്നു. എന്നാൽ ദിവ്യക്കെതിരെ അന്വേഷണം നടന്ന സാഹചര്യത്തിൽ ദിവ്യയുടെ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി ഒളിവിൽ പോകുവാൻ അവരെ സഹായിച്ചത് പാർട്ടി തന്നെയായിരുന്നു. എന്നാൽ ജനകീയ പ്രതിരോധം ശക്തമായതോടുകൂടി ഗത്യന്തരമില്ലാതെ CPM ദിവ്യയോട് കീഴടങ്ങുവാൻ പറയുകയായിരുന്നു. ഇത്തരത്തിൽ അറസ്റ്റിലായ ദിവ്യ നിരവധി ദിവസങ്ങൾ ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു വന്ന ദിവ്യയെ സ്വീകരിക്കാൻ അവിടെ അണിനിരന്നത് അനവധി പ്രമുഖ CPM നേതാക്കളായിരുന്നു. ഇവരുടെ കൂട്ടത്തിലെ പ്രധാനി എന്ന് പറയുന്നത് CPMൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഈ വിവാദങ്ങൾ ഉയർന്നതോടുകൂടി വിവാദങ്ങൾ സർക്കാരിൻ്റെ തുടർഭരണ സാധ്യതകൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി എത്തിച്ചേർന്നതോടെ PP ദിവ്യയെ പൂർണ്ണമായും തഴയുന്ന ഒരു സമീപനം പാർട്ടി സ്വീകരിക്കുകയായിരുന്നു. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളുടെ കാലഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അവർ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടത് അപമാനകരമായ ഒരു സംഭവമായിരുന്നു. എന്തു വന്നാലും പാർട്ടി പ്രതിരോധിക്കുമെന്ന ദിവ്യയുടെ ആത്മവിശ്വാസം തകർന്നു തുടങ്ങിയത് അവിടം മുതലാണ്. പിന്നീട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPMൻ്റെ വനിതാ സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സമ്മേളനം നടന്നപ്പോൾ സംഘടനയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന PP ദിവ്യയ്ക്ക് ആ പദവി നഷ്ടമാകുകയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോലും അവരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുകയും ചെയ്തു. ഇതോടുകൂടി രാഷ്ട്രീയമായി എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നറിയാത്ത അവസ്ഥയിൽ PP ദിവ്യ BJPയിലേക്ക് ചൂടുമാറാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുപ്രഭാതം എന്ന ദിനപത്രമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. BJPയിലേക്കുള്ള ചുവടുമാറ്റവുമായി ബന്ധപ്പെട്ട് BJP ജില്ലാ നേതൃത്വവുമായി PP ദിവ്യ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞുവെന്നും ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി എന്നുള്ള റിപ്പോർട്ടാണ് സുപ്രഭാതം പുറത്തുവിട്ടിരിക്കുന്നത്. PP ദിവ്യ ഈ കൂടിക്കാഴ്ച പൂർണ്ണമായി നിഷേധിക്കുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തന്നെ കാണുവാൻ BJPക്കാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ വരാറുണ്ടെന്നും പലരും തനിക്ക് വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നുള്ള അവകാശവാദമാണ് ഈ വിവാദത്തോടുള്ള പ്രതികരണമായി PP ദിവ്യ സുപ്രഭാതത്തിന് നൽകിയതെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. PP ദിവ്യയെ സംബന്ധിച്ചിടത്തോളം തനിക്കിനി CPMൽ വലിയ ഭാവിയില്ല എന്ന കൃത്യമായ വിലയിരുത്തലിലേക്കാണ് അവർ ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ PP ദിവ്യയുടെ നിഴലായി നടന്നിരുന്ന നിരവധി നേതാക്കൾ ഇപ്പോൾ അവരെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കുകയാണെന്നാണ് കണ്ണൂരിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ദിവ്യയെ സംബന്ധിച്ചിടത്തോളം നിയമ പോരാട്ടവും ഒറ്റയ്ക്ക് നടത്തേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ കൂപ്പുകുത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് യാതൊരുവിധ സഹായ സഹകരണങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല. എങ്ങനെയെങ്കിലും തൻ്റെ പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി PP ദിവ്യ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി പാഴ്വേലകൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിവാദമുയർന്ന ഘട്ടത്തിൽ
രാഹുലിനെതിരെ നിശിത വിമർശനങ്ങളും പോസ്റ്റുകളുമായി പ്രത്യക്ഷപ്പെട്ട പി ദിവ്യ എങ്ങനെയെങ്കിലും സൈബർ സഖാക്കളുടെ പ്രീതി പിടിച്ചുപറ്റി സൈബർ പടയുടെ നേതൃസ്ഥാനത്തെത്തുവാനും ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ഈസ്റ്റർ കാലഘട്ടത്തിൽ കർത്താവിനെ പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ശത്രുക്കളാൽ ഒറ്റുകൊടുക്കപ്പെട്ട നിരപരാധിയാണ് താൻ എന്ന അർത്ഥം വരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും പി ദിവ്യ പങ്കുവെക്കുകയുണ്ടായി. ഇതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കറുത്ത ഷർട്ടും ചുവന്ന മുണ്ടുമെടുത്ത് ബുള്ളറ്റിൽ പോസ്റ്റ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സെൻസേഷനായി മാറുവാനുള്ള വ്യർത്ഥമായ ശ്രമങ്ങളും പി ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഇതിനെല്ലാം വ്യാപകമായ പരിഹാസമാണ് ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വന്നത് എന്നത് അവരെ അക്ഷരാർത്ഥത്തിൽ നിരാശയാക്കി എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ CPM-നുള്ളിലെ നേതൃനിരയിലേക്ക് തിരികെ എത്തുവാനോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിൽക്കുവാനോ ഇവർ നടത്തിയ എല്ലാ ശ്രമങ്ങളും വൃഥാവിലായതോടെയാവണം BJP നേതൃത്വവുമായി ചർച്ച നടത്തുന്ന ഒരു മാനസിക നിലയിലേക്ക് പി ദിവ്യ എത്തിച്ചേർന്നത് എന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കൊടിയ അപരാധിയാണെങ്കിലും തങ്ങൾ എത്രമാത്രം വിമർശിച്ചിട്ടുള്ള നേതാവാണെങ്കിലും സ്വന്തം പാളയത്തിലേക്ക് എത്തുമ്പോൾ അവരെ പരിശുദ്ധരാക്കി തീർക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പി ദിവ്യയുടെ BJPയിലേക്കുള്ള കടന്നുവരവിനെ അവർ ഹാർദവമായി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് BJP ജില്ലാ നേതൃത്വം പി ദിവ്യയുമായി ചർച്ച നടത്തിയിട്ടുള്ളത് എന്നും വ്യക്തമാകുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും സുപ്രഭാതം റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കൂടിക്കാഴ്ച ദിവ്യ നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള മറുപടിയും വാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചില ദുരൂഹതകൾ വ്യക്തമാക്കുന്നതാണ്. താൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരി തന്നെയാണെന്ന് ആവർത്തിച്ച ദിവ്യ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പാർട്ടി തന്നെ തഴയുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ മറ്റു വഴികളെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ്. അതിനർത്ഥം CPM തന്നെ തഴഞ്ഞാൽ BJPയിലേക്ക് പോകുവാനും തനിക്ക് മടിയുണ്ടാവില്ല എന്ന ദിവ്യയുടെ മനോനിലയാണെന്ന വ്യാഖ്യാനങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും പി ദിവ്യ അവസാനമായി പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ തൻ്റെ ഉത്തരവാദിത്തം ഹൈക്കോടതിയിൽ നടക്കുന്ന കേസും തൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെയാണെന്നാണ്. ഇത്തരത്തിൽ സുപ്രഭാതം എന്ന ദിനപത്രം പബ്ലിഷ് ചെയ്തിരിക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ പരിപൂർണമായും ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യതകളെ തമസ്കരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല പി ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ്. എന്നാൽ BJPയെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പി ദിവ്യയെപ്പോലൊരു നേതാവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നു, അതുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ച നടത്തുന്നു എന്നെല്ലാം പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം ഓർക്കേണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്ന രാജ്യമെന്ന് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയ ഈ നേതാവിനെ എങ്ങനെ BJPക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഏതൊക്കെയാണെങ്കിലും BJPയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ മാലിന്യങ്ങളുടെ ഒരു സംഭരണ കേന്ദ്രമായി കേരളത്തിൽ അവർ മാറുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം പ്രഹസനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർഹമായ രാഷ്ട്രീയ വളർച്ച, ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും BJPക്ക് പലപ്പോഴും കേരളത്തിൽ നേടുവാൻ കഴിയാതെ പോയിട്ടുള്ളത് എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഏതായാലും വരാനിരിക്കുന്ന നാളുകളിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പി ദിവ്യയുടെ ചുവടുമാറ്റം CPM-നെ എത്തരത്തിൽ പ്രതിരോധത്തിലാക്കുമെന്നും അത് BJPക്ക് എത്തരത്തിൽ ഗുണകരമാകുമെന്നുമുള്ള വിഷയങ്ങൾ പിന്നീട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇതിപ്പോൾ CPM-ന് തന്നെ തിരിച്ചടിയാകുകയാണ്. സമീപകാലത്തായി അനവധി പ്രമുഖ CPM നേതാക്കൾ BJP പാളയത്തിലേക്ക് എത്തിച്ചേരുന്നത് കോൺഗ്രസിനെതിരെ അവർ ഉയർത്തിയിരുന്ന ആരോപണം അവർക്ക് തന്നെ പാരയാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ നാളുകളിൽ പി ദിവ്യയുടെ റോൾ എന്താവും എന്ന് തിരിച്ചറിയുവാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നാം കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ദിവ്യ ചുവട് മാറുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെയായിരിക്കും. BJPയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം പി ദിവ്യയെപ്പോലൊരു നേതാവിന് ഒരുക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇവിടെയെല്ലാം ആത്യന്തികമായി ഗുണഭോക്താവാകുന്നത് കോൺഗ്രസ്സാണ് എന്ന വസ്തുതയും നാം മറന്നുപോകരുത്. കാരണം CPM-ൻ്റെയും BJPയുടെയും ഒത്തുകളി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ രണ്ട് പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി അകറ്റുകയും UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പാളയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യയെപ്പോലൊരു നേതാവ് BJPയിലേക്ക് ചുവടുമാറിയാൽ അത് ഈ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ആക്കം കൂട്ടുകയും UDF-ന് അനുകൂലമായ കോൺഗ്രസിന് അനുകൂലമായ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.